ഓക്കെ, സോ പേട്രിയോട്ട് കണ്ടു. ഫസ്റ്റ് ഓഫ് ഓൾ ഐ ആം സാറ്റിസ്ഫൈഡ് വിത്ത് ദ മൂവി. എനിക്കിഷ്ടപ്പെട്ടു. പക്ഷേ ഞാൻ സിനിമ കഴിഞ്ഞപാട് മൂവി ഗ്രൂപ്പ്സ് ഒക്കെ എടുത്ത് നോക്കിയപ്പോഴത്തേക്ക് മിക്സഡ് റിവ്യൂസ്, നെഗറ്റീവ് റിവ്യൂസ് ഒക്കെയാണ് വരുന്നത്. അപ്പോൾ എനിക്കൊന്നേ പറയാനുള്ളൂ, ബ്രോ ഇതിൽ കൂടുതലുള്ള നിങ്ങൾ എന്താണ് ഒരു മഹേഷ് നാരായണൻ സിനിമയിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നത്? കൈൻഡ് ഓഫ് ടേക്ക് ഓഫ് മാലിക് ആ ഒരു മൂഡിൽ തന്നെയാണ് പുള്ളി ഈ സിനിമ എടുത്തിരിക്കുന്നത്. ആൻഡ് ട്രെയിലർ കണ്ടപ്പോൾ തന്നെ എനിക്ക് ആക്ച്വലി ഞാൻ ഒരു സെറ്റ് ചെയ്ത് വെച്ചിരുന്നു, ഓക്കെ ഇതൊക്കെ തന്നെ കിട്ടുള്ളൂ നമുക്ക്. ബിഗ് എംസ്, മമ്മൂട്ടി മോഹൻലാൽ ആഫ്റ്റർ ഏജസ് കം ബാക്ക് നടത്തുമ്പോഴത്തേക്ക് ഒരുമിച്ച് കുറേ മാസ് എലിവേഷൻ സീൻസൊന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല മഹേഷ് നാരായണൻ സിനിമയിൽ. അത് തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. പക്ഷേ മൂവി ഹാസ് എ കോണ്ടൻറ്റ്. ആ കോണ്ടൻറ്റിൻ്റെ ബേസ്ഡ് ആയിട്ടാണ് സിനിമ ഫുൾ എന്താ പറയുന്നത് ക്രാഫ്റ്റ് ചെയ്തിരിക്കുന്നത്. ആൻഡ് അതെനിക്ക് ഇഷ്ടപ്പെട്ടു. ഐ മീൻ ദാറ്റ് കൈൻഡ് ഓഫ് മേക്കിംഗ് വാസ് ആബ്സല്യൂട്ട്ലി സൂപ്പർ. 3 മണിക്കൂറുണ്ട് സിനിമ. പക്ഷേ സ്ലീപ്പിംഗ് പിൽസാണ് പലരും പറയുന്നത് കേട്ടെങ്കിലും എനിക്ക് സ്ലീപ്പിംഗ് പിൽസ് ആയി തോന്നിയിട്ടില്ല. ഞാൻ ഫുൾ ടൈം ഫോക്കസ്ഡ് ആയിരുന്നു സിനിമയിൽ. ആൻഡ് ഫഹദ് ഫാസിൽ വേറെ ലെവൽ പെർഫോമൻസ്, കിടിലൻ പെർഫോമൻസ്. പുള്ളിയുടെ സോൺ തന്നെയാണ്, പുള്ളിക്ക് റോൾസ് ഓഫ് കേക്ക് വാക്കാണ്. പക്ഷേ സ്റ്റിൽ ആ ഒരു എന്താ പറയുക, ഫഹദ് ഫാസിലിന് മാത്രം ചെയ്യാൻ പറ്റുന്ന കുറച്ച് മാനറിസം വെച്ചുള്ള പരിപാടി ഉണ്ടല്ലോ, സെറ്റായിട്ടുണ്ട്. ആൻഡ് എവ്രി വൺ, കുഞ്ചാക്ക ബോബൻ, നയൻതാര, എവ്രി വൺ നെയിൽ ദെയർ റോൾ. സോ മിക്സഡ് റിവ്യൂസാണ് ഞാൻ കാണുന്നത്. പക്ഷേ എനിക്ക് സാറ്റിസ്ഫൈഡ് ആണ്. കാരണം ഞാൻ ഇതിൽ കൂടുതൽ പ്രതീക്ഷിച്ചിട്ടില്ല ഒരു മഹേഷ് നാരായണൻ സിനിമ എന്നുള്ളതിൽ. എനിക്ക് സാറ്റിസ്ഫൈഡ് ആണ്. ഐ ആം സാറ്റിസ്ഫൈഡ് ദ മൂവി. സോ ഗോ ആൻഡ് ഹാവ് എ വാച്ച്. മിക്സഡ് റിവ്യൂസ് വരാൻ ചാൻസ് ഉണ്ട്. ബട്ട് കീപ്പ് യു എക്സ്പെക്ടേഷൻസ് അറ്റ് ദാറ്റ് ലെവൽ ഫോർ എ മഹേഷ് നാരായണൻ ഫിലിം. ദെൻ യു വിൽ ബി എന്താ പറയുക, ഇഷ്ടപ്പെടും സിനിമ. അത്രയേ ഉള്ളൂ.